ശ്രീകുമാരേട്ടാ, ഭൂരിപക്ഷ വർഗീയതയാണോ ന്യൂനപക്ഷ വർഗീയതയാണോ ഏറ്റവും അപകടം? വർഗീയത എന്ന് പറയുന്നത് അപകടകരമാണെന്നാണല്ലോ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ വിലയിരുത്തൽ. പിന്നെ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത എന്ന് വേർതിരിവ് ഒന്നും വേണ്ട. വർഗീയ ചിന്താഗതി എന്ന് പറയുന്നത് അപകടകരമാണ് എന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ഇപ്പോൾ ഞാനിത് ചോദിക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസം UDF നേതാവ് CP ജോൺ, അദ്ദേഹം CMPയുടെ അറിയാലോ, എം വി രാഘവൻ്റെ പാർട്ടി CMPയുടെ നേതാവാണ്. ഒരു വലിയ ബുദ്ധിജീവിയാണ്, നന്നായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നയാളാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്ത് ഇറക്കിയിരുന്നു. അദ്ദേഹം പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും വലിയ അപകടം, ന്യൂനപക്ഷ വർഗീയതയേക്കാൾ അപകടം ഭൂരിപക്ഷ വർഗീയതയാണ്. അതുകൊണ്ട് RSSനെയാണ് ഏറ്റവും ഭയക്കേണ്ടത്. നമുക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല. കോൺഗ്രസ്സിന് UDFന് അതുകൊണ്ട് ഗുണമുണ്ടാകും. അവരെ അത്രയും RSSനെ അകറ്റി നിർത്തുന്നതിൻ്റെ അത്രയും, അല്ലെങ്കിൽ RSSനെ ഭയപ്പെടുന്നതിൻ്റെ അത്രയും അവരെ ഭയപ്പെടേണ്ട. RSSനോട് എടുക്കുന്ന സമീപനം ഇവരോട് വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് താങ്കൾ എങ്ങനെ കാണുന്നു? ഇത് കോൺഗ്രസ്സിനും UDFനും ഗുണം ചെയ്യും? കോൺഗ്രസ്സിൽ ഇപ്പോൾ CP ജോൺ മാത്രമല്ല, ഇന്നലെ തന്നെ ശ്രീ K മുരളീധരൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിരുന്നു, അദ്ദേഹം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്ന ഒരു മുസ്ലിം വോട്ടുകൾ, അത് നമുക്ക് കൃത്യമായി പറയുന്നതിന് പ്രശ്നങ്ങളില്ല. അത് പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ അല്ല, ഉപതെരഞ്ഞെടുപ്പ് കാര്യമല്ല, കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 2021 അതങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി വീഴുന്ന മുസ്ലിം വോട്ടുകൾ, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ സംഘടിതമായി പിന്നെ ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നു. അത് കോൺഗ്രസ്സിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം അത്തരം സംഘടനകൾ ചേർന്ന് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണം എന്നതാണല്ലോ കാഴ്ചപ്പാട്. ഈ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നേ മതിയാവൂ എന്ന കാഴ്ചപ്പാടുണ്ട്. ഒരു കാരണവശാലും മോഡി ഭരണത്തോടും സമരസപ്പെടാൻ അവർക്ക് കഴിയില്ല എന്നൊരു നിലപാട് എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത്ര ശ്രമിച്ചിട്ടും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു അടുപ്പം സമ്പാദിക്കാൻ മോഡി ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് നിലപാടുകളുടെ വ്യത്യാസമാണ്. കാരണം കാശ്മീർ 370 വകുപ്പ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, അയോധ്യ, ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാ സംവിധാനങ്ങളിലും പിന്നെ അവർക്ക് മോഡി ഭരണകൂടത്തോട് എതിർപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് പ്രതിഫലിക്കുന്നു, കോൺഗ്രസിന് അനുകൂലമായി ആ വോട്ട് ചെയ്യുന്നു. കാരണം കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വോട്ടുകൾ കേരളത്തിലും കോൺഗ്രസിന് കിട്ടിക്കോട്ടെ എന്ന് കരുതുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് അപകടകരമായ ഒരു കാര്യമുള്ളത്, പിന്നെ ജമാഅത്തെ ഇസ്ലാമി ആയാലും പോപ്പുലർ ഫ്രണ്ട്, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ആയാലും ഈ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ രാഷ്ട്രീയ പാർട്ടി, 2 രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സജീവമായിട്ട് SDPIയും വെൽഫെയർ പാർട്ടിയും ഉണ്ട്. അവർ പിന്നെ നിശ്ചയിച്ചിരിക്കുന്നു, ഞങ്ങൾ നിശ്ചയിക്കുന്നവരാണ് കേരളം ഭരിക്കുക, ഞാൻ കേരളത്തിലെ കാര്യത്തിലേക്ക് മാത്രം നമുക്ക് വരാം എന്ന് നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ അപകടകരമായ കാര്യം. ഞങ്ങൾ പിന്തുണയ്ക്കുന്നവർ മാത്രമേ കേരളത്തിൽ ഭരണത്തിൽ വരൂ എന്ന് ഉള്ള അത് തെളിയിക്കാൻ വേണ്ടി തന്നെയാണോ അവർ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുകയും പിന്നീട് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുകയും ചെയ്തത് കാണിച്ചു കൊടുക്കുന്നത്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പിന്നെ ഇവർക്ക് കോൺഗ്രസിന് വോട്ട് കിട്ടി. പിന്നെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടും അത് കാണാമായിരുന്നു. അത് തന്നെയല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അവർ പിന്നെ എന്താ ചെയ്യുന്നത്, അവർ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നു UDFിനേക്കാൾ ഇതോടുകൂടി. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് ഒരു ചർച്ചയാവുകയും ചെയ്തതുകൊണ്ടാണല്ലോ കേരളത്തിൽ CPM സ്വാഭാവികമായിട്ടും അവരുടെ പഴയ വോട്ടുകൾ തിരിച്ചു പിടിക്കും. ആ വിഷയമൊന്നും പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതെ, അതായത് മുമ്പ് CPMന് ഒരു നിലപാടുണ്ടായിരുന്നു, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ അകറ്റി നിർത്തപ്പെടേണ്ടതാണ്. പിന്നീട് ആ നിലപാടിൽ ഇച്ചിരി വെള്ളം ചേർത്തു. ഭൂരിപക്ഷ വർഗീയതയാണ് കൂടുതൽ അപകടം, ന്യൂനപക്ഷ വർഗീയത അത്രേ അപകടമല്ല, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളോട് കുറെ കൂടെ സമരസപ്പെടണം എന്നൊരു തീരുമാനം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ആ ഒരു ചായ്വ് കാണിക്കാൻ തുടങ്ങി. അത് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് കടുത്ത ഒരു മുസ്ലിം പ്രീണനത്തിലാണ് എന്ന ആക്ഷേപം പരക്കെ ഉണ്ട്. ഇത് ഈ ഒരു പ്രവണത ഈ LDFും അല്ലെങ്കിൽ CPMും ഈ പ്രവണത കാണിക്കുന്നതാണോ കോൺഗ്രസിനെ ഇങ്ങനെ, അല്ലെങ്കിൽ UDFിനെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്? അല്ല, ഇവിടെ ഞാൻ പലപ്പോഴും
നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുപോലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണവും ന്യൂനപക്ഷ പ്രീണനവും രണ്ട് കാര്യങ്ങളായി കാണണം. അതാണ് സത്യത്തിൽ നടക്കേണ്ടത്. കേരളത്തിൽ സത്യത്തിൽ 1967 മുസ്ലിം ലീഗിനെ അധികാരത്തിലെത്തിച്ചത്. അതാദ്യമായിട്ട് CPM ആണ് ചെയ്തത്. മുസ്ലിം ലീഗിനെ അധികാരത്തിൽ 60 മുന്നണിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നില്ല. ചത്ത കുതിരയെന്ന് മുസ്ലിം ലീഗിനെ വിശേഷിപ്പിച്ച് ജവഹർലാൽ നെഹ്റുവാണ്. പക്ഷേ ക്രമേണ പിടിമുറുക്കുകയും 67 അധികാരത്തിൽ വന്ന ഇവർ ചോദിച്ചതെല്ലാം കൊടുത്തു. യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല കൊടുത്തു, പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തു, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതുതായിട്ട് ആരംഭിക്കാൻ അനുമതി കൊടുത്തു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തിട്ടും അവർ പിന്നെ ബേസിക്കലി പ്രത്യയശാസ്ത്രപരമായി യോജിക്കാൻ കഴിയത്തില്ലല്ലോ. മുസ്ലിം പ്രത്യയശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും കൂടി അത് അങ്ങനെ ഒരു വൈരുദ്ധ്യം ഇവിടെ കിടപ്പുണ്ടല്ലോ. എന്തായാലും അവർ മന്ത്രിസഭയെ പിന്തുണച്ചിരുന്നു. പിന്നീട് 2 വർഷത്തിന് ശേഷം രാജിവെച്ച് അവർ പുതിയ മുന്നണി ഉണ്ടാക്കി. അങ്ങനെയാണല്ലോ കേരളത്തിൽ. അതിനുശേഷം മുസ്ലിം ലീഗാണ് കേരളത്തിലെ പവർ പൊളിറ്റിക്സിൽ. മുസ്ലിം ലീഗാണ് സത്യത്തിൽ ഒരു കീ റോൾ മുസ്ലിം ലീഗ് എടുത്തിരുന്നത്. സംഘടിതമായി വോട്ട് ചെയ്യിക്കാൻ ന്യൂനപക്ഷങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കീ റോൾ എടുത്തത് മുസ്ലിം ലീഗാണ്. അപ്പോൾ മുസ്ലിം ലീഗ് UDFൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു വലിയ ഒരു അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷി എന്ന് പറയുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കൂടാതെ കേരളത്തിൽ കോൺഗ്രസിന് സീറ്റുകൾ അധികം നേടാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയുമാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ക്രമേണയായി പ്രത്യേകിച്ച് ഈ ബാബറി മസ്ജിദ് അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളുടെ ഇടയിൽ തീവ്ര മുസ്ലിം വിഭാഗം ശക്തമായി വന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി ഒക്കെ അടങ്ങുന്ന നേരത്തെ തന്നെ ഉണ്ട്. 1900 മൗദൂദിയാണല്ലോ അതിൻ്റെ സ്ഥാപകൻ. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഭരണഘടന അംഗീകരിക്കുന്നവരുടെ ഏറ്റവും രസകരമായ കാര്യം ഇസ്ലാം ഭരണം അല്ലാതെ ഒന്നും അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അത് ഏറ്റവും വലിയ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഇന്നലെ രസകരമായ കാര്യം കേരള അമീറിൻ്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. കേരള അമീറിൻ്റെ പ്രസ്താവനയ്ക്കകത്ത് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പറയുന്നത് പിന്നെ 2019 അവർ ആ നയം ഭേദഗതി ചെയ്തതാണ്. നമുക്കറിയാം 2019 ആ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നു. ഈ 2019 ഇതെല്ലാം അവർ ഭേദഗതി ചെയ്തെന്നും ഇപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാമെന്നും ഇവിടെ പിന്നെ ഇലക്ഷനിൽ മത്സരിക്കാമെന്നും ഒക്കെ നമ്മൾ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നയം മാറ്റം ഉണ്ടായെന്നും കേരള അമീർ ഇന്നലെ പ്രസ്താവിച്ചിട്ടുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ. ഇതൊരു പ്രസ്താവനയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മളീ പറയുന്നത് പോലെ എത്രത്തോളം ആ പ്രസ്താവന നമുക്ക് എടുക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, UDF വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് അവരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. ഇനി വാങ്ങിക്കുന്നതിൽ നമുക്ക് അപകടമില്ലെന്നും പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയും. അതിനെതിരായൊരു നിലപാട് CPM എടുക്കുകയാണിപ്പോൾ. ഇവിടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി നടപ്പാകുന്ന കണ്ടുവരുന്ന കാര്യം ഇതാണ്. മുസ്ലിം ലീഗ് CPMന് ഇത് നേരത്തെ സ്വീകരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. മുസ്ലിം ലീഗിലെ തീവ്ര വിഭാഗം എന്ന് പറയുന്നവരെ ചേർത്ത് നിർത്തുന്നതിന് ഒരു മടിയുമില്ലാതിരുന്നിട്ട് പിന്നെ ഇപ്പോൾ അത് മാറ്റി നിർത്താൻ അവരാണ് തീരുമാനിച്ചത്. അല്ല CPM തീരുമാനിച്ചു. CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെയോ ആദർശപരമായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഈ സംഘടനകൾ അവർ സ്വയം തീരുമാനിക്കുകയാണ് ചെയ്തത്. അവർക്ക് വേണ്ട അവരുടെ ഒരു അഖിലേന്ത്യാ തലത്തിൽ ഒരു ബോഡിക്കെതിരായ ഒരു സഖ്യം രൂപപ്പെടുമ്പോൾ അതിൻ്റെ നേതൃസ്ഥാനത്ത് അവർ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനെയാണ്. അങ്ങനെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലും അതിൻ്റെ നേതൃത്വം കോൺഗ്രസിനായിരിക്കണമെന്നും കോൺഗ്രസിൻ്റെ നേതൃത്വം നൽകുന്ന മുന്നണിയോട് ചേർന്നാണ് നിൽക്കുന്നതെന്നും അവരെടുത്തിരിക്കുന്ന അഖിലേന്ത്യാ തലത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അപ്പോൾ അവരെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർ മാറിയത്. അപ്പോൾ മാറിക്കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പുകൾ പ്രതിഫലിക്കാൻ തുടങ്ങിയപ്പോൾ, കൃത്യമായി പ്രതിഫലിക്കാൻ തുടങ്ങിയപ്പോൾ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു, ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിന്നെ CPM ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ആപത്താണെന്ന് ന്യൂനപക്ഷ വർഗീയതയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും കോൺഗ്രസിനെയും UDFനെയും മുസ്ലിം ലീഗിനെയും അവരെ ഇതിൻ്റെ പേരിൽ വിമർശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനോട് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. പിണറായി വിജയൻ നേരിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇവരുടെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ നേരെ കാണുന്ന വസ്തുത ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ പറഞ്ഞ് നേടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും അവരുടെ പിന്തുണ, ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അടങ്ങുന്ന വിഭാഗത്തിൻ്റെ പിന്തുണ, ആ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ, അത് കോൺഗ്രസിനായി കഴിഞ്ഞത് ഉടൻ കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നോ മാറുന്ന പ്രശ്നമില്ല. അങ്ങനെയാണ് നമ്മളിത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിൽ എത്രത്തോളം അപകടമുണ്ടെന്നുള്ളത് തെളിയിക്കേണ്ടത് കാലമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെല്ലായിടത്തും നടന്നു വരുന്ന ഒരു വിഷയമുണ്ട്. താലിബാൻ അടക്കമുള്ള പല രാജ്യങ്ങളിലും, ഇപ്പം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശ്, ഇവിടെ എല്ലാം നമ്മുടെ അയൽ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ
എന്താണ് പറയുന്നത്, ഇത് വളരെ ഭീകരമായ വിധത്തിൽ അപകടകരമായ വിധത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ക്രിസ്തുമസ് ഈവിനോടനുബന്ധിച്ച് 19 പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ച് ഈടുപെട്ടു. അപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് അവർ പറയുന്നത് എന്തോ വംശങ്ങളാണ്. മണിപ്പൂരിൽ 2 വംശങ്ങൾ തമ്മിലുള്ള വിഷയത്തെ തികച്ചും വർഗീയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ തന്നെ അതിനൊരു മറിച്ച് ഒരു മയം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അത് അവിടെ 2 വംശങ്ങളും 2 ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ തകർക്കപ്പെട്ടത് ക്രിസ്ത്യൻ പള്ളികളാണ്. നമ്മൾ തകർത്തതാരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വിധത്തിൽ വർദ്ധിച്ചു വരുന്ന, അപകടകരമായ വിധത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ്. എവിടെയും എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ, ന്യൂനപക്ഷ പ്രീണനവും ന്യൂനപക്ഷങ്ങളുടെ അവകാശവും. അത് രണ്ട് കാര്യങ്ങൾ. ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങളുണ്ടാവണം, പക്ഷെ അതൊരിക്കലും പ്രീണനമായി മാറരുത്. കേരളത്തിൽ നിർഭാഗ്യവശാൽ അടുത്ത പ്രീണനത്തിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് അപകടകരമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇവിടെ ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും എല്ലാതരം വർഗീയതയെയും ഭയക്കണം. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ച് വോട്ട് നേടി അവരുടെ താളത്തിന് തുള്ളുന്ന ഒരു രാഷ്ട്രീയ ഭരണം കേരളത്തിലെന്നല്ല ഒരിടത്തും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കേരളത്തിലെ കാര്യം CP ജോൺ പറഞ്ഞതും കെ മുരളീധരൻ പറഞ്ഞതും UDF നേതാക്കൾ പറയാതെ പറയുന്നതും ഒക്കെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹം.